ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഏപ്രിൽ മാസത്തെ ബൈബിൾ ക്വിസ് ദൈവകൃപയാൽ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. നമ്മളൊരു വിജയിയെ കണ്ടെത്തുകയുണ്ടായി. സിസ്റ്റർ റെജിമോൾ ആയിരുന്നു നമ്മുടെ വിജയി. ദൈവകൃപയാൽ പ്രിയ സിസ്റ്റർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ഇനി നമുക്ക് ഈ മാസത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. 15 ചോദ്യങ്ങളാണ് നമ്മൾ ഈ മാസം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ബൈബിൾ പഠിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് നമുക്കിതിന് പിൻപിലുള്ളത്. എല്ലാവരും ബൈബിൾ വായിച്ച് തന്നെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ 5 വരെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. എല്ലാവരും സമയം തക്കത്തിൽ ഉപയോഗിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ഹൈഡ് ചെയ്തിട്ടിരിക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് കാണുവാനോ മറ്റുള്ളവരുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കാണുവാനോ സാധിക്കുകയില്ല. ഉത്തരങ്ങൾ കഴിയുന്നതും ഒരുമിച്ച് തന്നെ അയക്കുവാൻ ശ്രമിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ബൈബിൾ ക്വിസിൽ പലരും ഓരോ ഉത്തരങ്ങൾ വെച്ച് അയച്ചു. അത് നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുവാൻ പറഞ്ഞത്. അപ്പോൾ ആ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ഈ പ്രാവശ്യത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വർഷം തോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. വർഷം തോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് ആരാണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: യോസഫ് ലക്ഷണം നോക്കുന്നത് ഏതിലായിരുന്നു? രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. യോസഫ് ലക്ഷണം നോക്കുന്നത് ഏതിലായിരുന്നു? മൂന്നാമത്തെ ചോദ്യം: പിതാവിൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായത് ആരൊക്കെയാണ്? പിതാവ് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പിതാവിൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായത് ആരൊക്കെയാണ്? പിതാവ് ആരാണ്? അടുത്ത ചോദ്യം ഇതാണ്: പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകുന്നത് ആർക്കാണ്? ചോദ്യം ആവർത്തിക്കുന്നു. പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകുന്നത് ആർക്കാണ്? അടുത്ത ചോദ്യം ഇതാണ്: ഭക്ഷണം സമൃദ്ധിയായി ലഭിക്കുന്നത് ആർക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഭക്ഷണം സമൃദ്ധിയായി കിട്ടുന്നത് ആർക്കാണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ആറാമത്തെ ചോദ്യമാണ്: വസ്ത്രമെല്ലാം സുഗന്ധമായിരിക്കുന്നത് എങ്ങനെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: വസ്ത്രമെല്ലാം സുഗന്ധമായിരിക്കുന്നത് എങ്ങനെയാണ്? അടുത്ത ചോദ്യം: തിരിച്ചറിവില്ലാത്തവൻ്റെ ചിരിയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഏഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. തിരിച്ചറിവില്ലാത്തവൻ്റെ ചിരിയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? എട്ടാമത്തെ ചോദ്യം: നീതിയാൽ സ്വന്തം ജീവനെ രക്ഷിച്ചവർ ആരൊക്കെയാണ്? ചോദ്യം ആവർത്തിക്കുന്നു. നീതിയാൽ സ്വന്തം ജീവനെ രക്ഷിച്ചവർ ആരൊക്കെയാണ്? അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യമാണ്: പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, എങ്കിൽ ഞാൻ ആരാണ്? എങ്ങനെയുള്ളവനും ആണ്? ചോദ്യം ആവർത്തിക്കുന്നു. പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, എങ്കിൽ ഞാൻ ആരാണ്? എങ്ങനെയുള്ളവനും ആണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ വലിയ ധനം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ വലിയ ധനം എന്താണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യമാണ്: ഇനി ഒരിക്കൽ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചോദ്യം ആവർത്തിക്കുന്നു. ഇനി ഒരിക്കൽ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെരുബ്ബാലും അവനോട് കൂടെയുള്ള ജനവും പുറപ്പെട്ട് പാളയമിറങ്ങിയ സ്ഥലം ഏതാണ്? ചോദ്യം ആവർത്തിക്കുന്നു. യെരുബ്ബാലും അവനോട് കൂടെയുള്ള ജനവും പുറപ്പെട്ട് പാളയമിറങ്ങിയ സ്ഥലം ഏതാണ്? അടുത്ത ചോദ്യം ഇതാണ്: മരുഭൂമിയിലേക്ക് ഓടിപ്പോയ സ്ത്രീയെ ദൈവം ഒരുക്കിയ സ്ഥലത്ത്
എത്ര ദിവസമാണ് പോറ്റിയത്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. മരുഭൂമിയിലേക്ക് ഓടിപ്പോയ സ്ത്രീയെ ദൈവം ഒരുക്കിയ സ്ഥലത്ത് എത്ര ദിവസമാണ് പോറ്റിയത്? അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ ഏതു സ്വഭാവമാണ് ദാവീദിനെ വലിയവനാക്കിയത്? ചോദ്യം ആവർത്തിക്കാം. ദൈവത്തിൻ്റെ ഏതു സ്വഭാവമാണ് ദാവീദിനെ വലിയവനാക്കിയത്? അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കുള്ള മറ്റൊരു പേര് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കുള്ള മറ്റൊരു പേര് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇത്രയുമാണ് ഈ പ്രാവശ്യത്തെ ബൈബിൾ ക്വിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ. എല്ലാവരും ഉത്തരങ്ങൾ അയക്കാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 15 ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയക്കുക. അല്ല, നിങ്ങൾക്ക് 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമേ അറിയുകയുള്ളൂ എങ്കിൽ ആ 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുമിച്ച് അയക്കുക. ഉത്തരങ്ങൾ കഴിയുന്നതും ഒരുമിച്ച് അയക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. ജൂൺ 5-ാം തീയതി വരെ ആയിരിക്കും ഇതിൻ്റെ ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ചാനൽ പരിചയപ്പെടുത്തുക. ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.